കപ്പലിൽ നിന്ന് അപകടകരമായ വസ്തുക്കൾ അടങ്ങിയ കാർഗോകൾ അറബിക്കടലിൽ വീണു. കോസ്റ്റ് ഗാർഡ് ഇക്കാര്യം ദുരന്ത നിവാരണ അതോറിറ്റിയെ അറിയിച്ചു. കാർഗോയും എണ്ണയും കേരള തീരത്ത് അടിയാൻ സാധ്യതയുണ്ട്. ജനങ്ങൾ ഇതിനടുത്തേക്ക് പോകരുതെന്ന് കോസ്റ്റ് ഗാർഡ് നിർദ്ദേശിച്ചു. KR സാജു ചേരുന്നു. സാജു, എന്താണ് സംഭവം? ധന്യ, അറബിക്കടലിൽ കേരള തീരത്തു നിന്നും അല്പം ഉള്ളിലായി ഒരു കപ്പലിൽ നിന്നും നിരവധി കാർഗോകൾ കടലിലേക്ക് വീണു എന്നാണ് കോസ്റ്റ് ഗാർഡ് അറിയിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളും നമുക്ക് ഇപ്പോൾ പങ്കുവെക്കാൻ കഴിയുന്നതാണ്. ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും നിരവധി കാർഗോകൾ കടലിൽ പൊങ്ങിക്കിടക്കുന്ന കാണാൻ കഴിയും. അതിൽ നിന്നും ഓയിൽ വരുന്നതായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപകടകരമായ വസ്തുക്കളാണ് ഈ കാർഗോയിൽ ഉള്ളത് എന്നാണ് കോസ്റ്റ് ഗാർഡ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിയെ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ അറിയിച്ചിരിക്കുന്നത്. അതിൽ നിന്നും അടക്കമുള്ള കാര്യങ്ങൾ, അതും കാർഗോയും തന്നെ കേരള തീരത്ത് അടിയാനുള്ള സാധ്യതയുണ്ട്. അതിനടുത്തേക്ക് ജനങ്ങൾ പോകരുത് എന്നാണ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അപകടകരമായ വസ്തുക്കളാണ് ഇതിനകത്തുള്ളത് എന്നാണ് കോസ്റ്റ് ഗാർഡ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ എന്ത് അപകടകരമായ വസ്തുക്കളാണ് ഇതിനകത്ത് ഉള്ളത് എന്ന് വ്യക്തമാക്കിയിട്ടില്ല കോസ്റ്റ് ഗാർഡ്. പക്ഷേ അതിനടുത്തേക്ക് കേരള തീരത്ത് അടിയാൻ സാധ്യതയുണ്ട്. അങ്ങനെ അടിയുമ്പോൾ ഇത് ശ്രദ്ധയിൽപ്പെട്ടാൽ അടുത്തേക്ക് ആരും പോകരുത്. അക്കാര്യം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അതുപോലെ തന്നെ 112 എന്ന നമ്പറിലോ അറിയിക്കുകയാണ് വേണ്ടത് എന്നാണ് കോസ്റ്റ് ഗാർഡ് ഇപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നൽകിയിരിക്കുന്ന അറിയിപ്പ്. ഇതിനകത്ത് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നുണ്ട്. ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറിയായ ശേഖർ കുര്യാക്കോസ് തന്നെയാണ് ഇക്കാര്യം ഔദ്യോഗികമായി പങ്കുവച്ചിരിക്കുന്നത്. ഇത് കോസ്റ്റ് ഗാർഡിന്റെ അറിയിപ്പാണ്. അപകടകരമായ വസ്തുക്കളാണ്, നിരവധി കാർഗോകൾ കപ്പലിൽ നിന്നും കടലിലേക്ക് വീണിട്ടുണ്ട് എന്നാണ് കോസ്റ്റ് ഗാർഡ് അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ഇതിനകത്ത് ഓയിൽ ഉണ്ട് എന്ന കാര്യം അവർ സ്ഥിരീകരിക്കുന്നുണ്ട്. മറ്റെന്തൊക്കെ അപകടകരമായ വസ്തുക്കളാണ് എന്ന് പറയുന്നില്ല. ഇത് കേരള തീരത്തു നിന്നും അറബിക്കടലിൽ അല്പം ഉള്ളിലായിട്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഇത് കപ്പലിൽ നിന്നും കടലിലേക്ക് വീണത്, അതെങ്ങനെ വീണു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ നമുക്ക് ഇനിയും വ്യക്തത കിട്ടേണ്ടതുണ്ട്. പക്ഷേ അപകടകരമായ സാഹചര്യമുണ്ട്. അതിനകത്തുള്ള വസ്തുക്കൾ അപകടകരമായതാണ് എന്നാണ് കോസ്റ്റ് ഗാർഡ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. അത് കേരള തീരത്ത് പലയിടത്തായി അടിയാനുള്ള സാധ്യതയും പ്രവചിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതിനടുത്തേക്ക് ആളുകൾ പോകരുത്. അതിന്റെ എണ്ണയടക്കമുള്ളവ സ്പർശിക്കരുത്. അതിലേക്ക് പോയാൽ അപകടകരമായ ഘട്ടമുണ്ടാകും എന്നാണ് കോസ്റ്റ് ഗാർഡ് വിശദീകരിക്കുന്നത്. ഇതിനകത്ത് ബാക്കി എന്തൊക്കെയാണ് ഉള്ളത് എന്ന കാര്യം ദുരന്ത നിവാരണ അതോറിറ്റിയുമായും കോസ്റ്റ് ഗാർഡ് അറിയിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചില ഓയിൽ ഉണ്ട് എന്ന കാര്യം പറയുന്നുണ്ട്. അതിന്റെ എണ്ണപ്പാടകൾ കേരള തീരത്ത് അടിയാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുമാണ് കോസ്റ്റ് ഗാർഡ് അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം. ധന്യ. ശരി സാജു.